നമുക്കിന്നൊരു പരിപ്പൊടി ഉണ്ടാക്കാം. പരിപ്പ് നമുക്ക് കുറച്ച് നേരം കുതിരാൻ വെക്കാം വെള്ളം ഒഴിച്ചിട്ട്. ഇത് കുറച്ച് നേരം കുതിർന്നതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. അതിന് നമ്മൾ നേരത്തെ പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ഊറ്റിയിട്ട് വെള്ളമില്ലാതെ അരച്ചെടുക്കാം. പരിപ്പ് നമുക്ക് ഊറ്റി വെള്ളം കളയാം. വെള്ളം ഒട്ടുമില്ലാതെയാണ് നമ്മൾ പരിപ്പ് അരച്ചെടുക്കേണ്ടത്. നല്ല പോലെ മുതിയെ അരക്കേണ്ട ആവശ്യമില്ല, കുറച്ച് തരിതരാന്നുള്ള രീതിയിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഊറ്റി വെച്ച പരിപ്പ് നമുക്ക് ഇതൊന്ന് അരച്ച് റെഡിയാക്കിയിട്ട് വരാം. പരിപ്പ് നമ്മൾ ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത്. ഒരുപാട് നൈസായി പോവുകയും ചെയ്യരുത്, ഒരുപാട് അരയാതെയും വരരുത്. വെള്ളം ഒട്ടും ഒഴിക്കാതെ ഈ പരുവത്തിൽ അരച്ചെടുക്കണം. നമുക്ക് അരച്ച് വെച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പരിപ്പ് വടയ്ക്ക് ഇനി ആവശ്യമായ സാധനങ്ങൾ. ഇനി നമുക്ക് പരിപ്പ് വടയിലേക്ക് ഇടാനുള്ളത് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതുണ്ട്, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കാം. ആദ്യം തന്നെ നമുക്ക് പരിപ്പ് വടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് അരിഞ്ഞു വെച്ച ഉള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനി നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഏത് വലുപ്പത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ പരത്തിയെടുക്കാം. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഇടാം. ഞാനിവിടെ മല്ലിയില ഉപയോഗിക്കുന്നില്ല, അതിന് പകരം കറിവേപ്പിലയാണ് നല്ലപോലെ ഇട്ടിട്ടുള്ളത്. കളറിന് ഞാനിവിടെ മുളക് പൊടിയോ മഞ്ഞപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. കളറിന് ഞാൻ മഞ്ഞപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. നന്നായി മിക്സ് ചെയ്തു. പരിപ്പ് വടയ്ക്ക് നമ്മളെല്ലാം റെഡിയാക്കി വെച്ചു. ഇനി ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ആക്കിയിട്ടുള്ളത്. ഇതിൽ കളറോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നമുക്കിതൊന്ന് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ തിളയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മളിതൊന്ന് ഇട്ട് നോക്കിയെന്ന്. ഇങ്ങനെ ഓരോന്നും നമുക്ക് ഷേപ്പാക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പ് വട എങ്ങനെയാണ് പരത്തുന്നതെന്ന് കാണിച്ചു തരാം. നമ്മൾ കൈ നന്നായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം കൈയുടെ വെള്ളയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് എത്ര വലുപ്പം വേണമെന്ന് വെച്ചാൽ അതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി. ഇതാ, ഒരുപാട് വലുപ്പം വേണമെങ്കിൽ അതിനനുസരിച്ച് കയ്യിലിങ്ങനെ വെച്ച് പരത്തിയെടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ല. ഇതാ, ഈസി ആയിട്ട് ഇളകി പോരുകയും ചെയ്യും. നമുക്ക് പരിപ്പ് വട ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗവും നന്നായിട്ട് പൊരിച്ചെടുക്കണം. നമുക്ക് ഈ പരുവാകുമ്പോൾ വാങ്ങി വെക്കണം. പരിപ്പ് വട ഇവിടെ റെഡിയായി.